പാരന്റ് ആകാൻ നിങ്ങൾ പ്രിപ്പയർ ആയിരുന്നോ? അതോ ഒരു പാരന്റ് ആയതിനു ശേഷം അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ഒരു നല്ല പാരന്റ് ആകണമെങ്കിൽ നമ്മൾ ഫിസിക്കലി, ഇമോഷണലി ആൻഡ് പ്രാക്ടിക്കലി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫിസിക്കലി പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി രണ്ട് പാരന്റ്സും അറിഞ്ഞിരിക്കുക. അത് മാത്രമല്ല പലതരത്തിലുള്ള ഡെലിവറികളെ പറ്റിയും അറിഞ്ഞിരിക്കണം. പിന്നെ പോസ്റ്റ്മോർട്ടം ടൈമിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി, ന്യൂ ബോൺസിനെ എങ്ങനെ കെയർ ചെയ്യാം, ഇതിന്റെയൊക്കെ ഒരു ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇമോഷണലി എങ്ങനെ പ്രിപ്പയർ ആകാം? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസിയും പോസ്റ്റ്മോർട്ടവും ഒക്കെ ഹോർമോൺസിന്റെ ചേഞ്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ മൂഡ് സ്വിങ്സും അതുപോലെ ഉണ്ടാകും. അപ്പൊ ഈ എല്ലാ സമയത്തും നമ്മുടെ മൂഡ്സിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്തെടുക്കാം, പിന്നെ അതേപോലെ ഉണ്ടാകുന്ന സ്ലീപ്പ് പാറ്റേണിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ്, ഇതിനെയൊക്കെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പാർട്ട്ണറുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ അത് സീക്ക് ചെയ്യാനും മടിക്കരുത്. ഇനി പ്രാക്ടിക്കലി എങ്ങനെ പ്രിപ്പയർ ആകാം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഡെലിവറി ടൈമിൽ കിട്ടാൻ സാധ്യതയുള്ള ഇൻഷുറൻസിനെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ നമ്മുടെ വീട് ഒരു കുഞ്ഞിന് വളരാൻ പാകമായ സേഫ് ആയിട്ടുള്ള വീടാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റും കൂടി ചെയ്യുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അപ്പൊ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ പാരന്റ് ആകാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. ഇനി ഒരു സെക്കൻഡ് ബേബിയെ പറ്റി ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു റീലായിട്ട് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ബേബി എന്ന് താഴെ കമന്റ് ചെയ്യൂ. പിന്നെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ.